നമുക്ക് ആദ്യം പാലക്കാട്ടേക്ക് ഒന്ന് പോകണം. അവിടെ കുളപ്പുള്ളി പാതയിൽ പത്തിരിപ്പാല എന്ന സ്ഥലമുണ്ട്. അവിടെ ഓടിക്കൊണ്ടിരുന്ന ലോറിക്ക് തീ പിടിച്ചു. കർണാടകയിൽ നിന്നും പഞ്ചസാര കയറ്റി വരികയായിരുന്ന ലോറിക്കാണ് തീ പിടിച്ചത്. ഇപ്പോൾ അത് നിയന്ത്രണ വിധേയമായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഫയർഫോഴ്സ് സംഘമടക്കം എത്തിയാണ് തീ അണച്ചത്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്കായി ഒന്ന് കാണാം. പത്തിരിപ്പാല മൗണ്ട് സീനിന്റെ ഭാഗത്ത് ഒരു ലോറി ഫയർ ആയിട്ടുണ്ട്. ഇതുവരെ ഫയർ എത്തിയിട്ടില്ല. ഫയർക്ക് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പത്തിരിപ്പാലയിലാണ് ഈ സംഭവം ഉണ്ടായത്. കർണാടകയിൽ നിന്നും പഞ്ചസാര കയറ്റി വന്ന ലോറിയാണ് ഇത്തരത്തിൽ അഗ്നിബാധയ്ക്ക് ഇരയായത്. പ്രജിത്ത് വിവരങ്ങളുമായി ചേരും. പ്രജിത്ത്, ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? രഞ്ജിത്ത്, ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷമാണ് പാലക്കാട് കുളപ്പള്ളി റോഡിൽ പത്തിരിപ്പാല മൗണ്ട് സീന സ്കൂളിന് സമീപമാണ് കർണാടകയിൽ നിന്ന് പഞ്ചസാര കയറ്റി വന്ന ലോറിക്ക് തീ പിടിച്ചത്. ലോറിയുടെ മുൻവശത്ത് നിന്ന് തീ പടർന്നത് കണ്ടപ്പോൾ തന്നെ ഡ്രൈവർ ലോറിയെ റോഡിന്റെ ഒരു വശത്തേക്ക് സൈഡിൽ ഒതുക്കി നിർത്തുകയായിരുന്നു. പിന്നീട് ഡ്രൈവറും ക്ലീനറും ലോറിയിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെടുകയായിരുന്നു. അതുമാത്രമല്ല, ലോറി നല്ല നിരത്തിലാണ് തീ ഉണ്ടായത്. തീ ഉണ്ടായപ്പോൾ തന്നെ സമീപവാസികളെല്ലാം അഗ്നിരക്ഷാ സേനയെ വിളിക്കുകയും 2 യൂണിറ്റ് അഗ്നിരക്ഷാ സേന വന്ന് തീ അണയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ലോറി ഏകദേശം പൂർണ്ണമായി കത്തിനശിച്ച അവസ്ഥയിലാണ്. രഞ്ജിത്ത്, ഈ ഫയർഫോഴ്സ് അധികാരികൾ അവർ എത്താൻ വൈകുക മറ്റോ ചെയ്തോ? ഈ പൂർണ്ണമായി കത്തുന്നൊരവസ്ഥയിലേക്ക് ഈ ലോറി എങ്ങനെയാണ് എത്തിയത് പ്രജിത്ത്? ലോറിയുടെ മുൻവശത്ത് നിന്നാണ് തീ വന്നത്. മാത്രമല്ല, പഞ്ചസാരയായിരുന്നു ലോറിയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ലോറി കത്തി നശിക്കുകയും ഒറ്റപ്പാലത്ത് നിന്നുള്ള ഫയർഫോഴ്സ് സംഘമാണ് എത്തിയത്. ഏകദേശം ഒരു അരമണിക്കൂറോളം കഴിഞ്ഞാണ് ഫയർഫോഴ്സ് സംഘം ഈ സംഭവ സ്ഥലത്ത് എത്തിയത്. അതിനുള്ള ദൂരവും അവിടെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 10 കിലോമീറ്റർ കൂടുതൽ ദൂരത്ത് നിന്നാണ് അഗ്നിരക്ഷാ സേന ഈ ലോറി കത്തിയ സ്ഥലത്തേക്ക് വരാനുണ്ടായിരുന്നത്. അതിന്റെ ഒരു കാലതാമസം മാത്രമാണ് ഇന്നലെ ഉണ്ടായത്. സമീപത്തൊന്നും ഫയർഫോഴ്സിന്റെ ഓഫീസുകൾ ഉണ്ടായിരുന്നില്ല അല്ലെ? അതൊരു പ്രശ്നമായി. ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇപ്പൊ ഫയർഫോഴ്സിന്റെ ഓഫീസ് ഉള്ളത്. അവിടെ നിന്ന് വരുന്ന ആ ഒരു കാലതാമസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ലോറി പൂർണ്ണമായും കത്തി നശിക്കുകയായിരുന്നു. അതെ, ഗതാഗത തടസ്സം ഉണ്ടാവുകയോ മറ്റ് എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുകയോ മറ്റു ചെയ്തോ? അങ്ങനെ ഗതാഗത തടസ്സം ഉണ്ടായിരുന്നില്ല. ലോറിയുടെ മുൻവശത്ത് നിന്ന് തീ പടരുന്നത് കണ്ടപ്പോൾ തന്നെ ലോറിയുടെ ഡ്രൈവർ ലോറിയെ റോഡിന്റെ ഒരു വശത്തേക്ക് ചേർത്ത് നിർത്തുകയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടും മാത്രമാണ് വലിയ ഒരു അപകടം ഉണ്ടാകാതെ രക്ഷപ്പെട്ടത്. തീർച്ചയായും ഇത് വലിയ തിരക്കുള്ള പാതയാണല്ലേ? ഇത് സംസ്ഥാന പാതയാണ്. ഇത് നല്ല തിരക്കുള്ള പാതയാണ്. പാലക്കാട് നിന്ന് കുളപ്പള്ളി പോകുന്ന സംസ്ഥാന പാതയാണ്. ശരി, ആ പാതയിലാണ് ഈ അപകടമുണ്ടായത്. പ്രജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ലോറി പൂർണ്ണമായും കത്തി നശിക്കുകയാണ് ഉണ്ടായത്. നേരത്തെ പ്രജിത്ത് പറഞ്ഞതനുസരിച്ച് 10 കിലോമീറ്റർ അകലെ മാത്രമാണ് ഒരു ഫയർഫോഴ്സിൻ്റെ ഒരു ഫയർ സ്റ്റേഷൻ ഉള്ളത്. അവിടെ നിന്ന് ഫയർഫോഴ്സ് സംഘം എത്താനുള്ള ഒരു കാലതാമസം, അത് പ്രത്യേകിച്ച് ലോറിയിലുണ്ടായിരുന്ന പഞ്ചസാരയാണ്. വളരെ പെട്ടെന്ന് തീപിടിക്കുന്ന ഒരു വസ്തു കൂടിയാണ്. നമുക്കറിയാം, പെട്ടെന്ന് ഉരുകിയൊക്കെ മാറുന്ന ഒരു വസ്തു കൂടിയാണ് പഞ്ചസാര. അപ്പോൾ പഞ്ചസാരയിൽ നിന്ന് കൂടി തീ പിടിച്ചപ്പോഴേക്ക് ലോറി പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരികയായിരുന്നു. ലോറിയിൽ നിന്ന് തീ ഉയരുന്നത് കണ്ടപ്പോൾ തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഡ്രൈവർ പുറത്തിറങ്ങി ഡ്രൈവർ ലോറി ഒരു വശത്തേക്ക് മാറ്റി നിർത്തി. അതുകൊണ്ട് റോഡിൻ്റെ നടുക്ക് വെച്ചായിരുന്നു സംഭവമെങ്കിൽ ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുന്ന ഒരവസ്ഥയിലേക്ക്. പാലക്കാട് കുളപ്പള്ളി റൂട്ടാണ്. അവിടെ ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സ്ഥലമാണ്. സ്വാഭാവികമായും അങ്ങനെ ചില പ്രശ്നങ്ങൾ കൂടി ഉണ്ടായേനെയും അത് പരിഹരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഡ്രൈവർ ചെയ്ത ഒരു പ്രധാന പ്രവൃത്തി. തുടർന്ന് ഡ്രൈവർ പുറത്തിറങ്ങുകയും മറ്റും ചെയ്തു. മറ്റ് കാഷ്വാലിറ്റീസ് അല്ലെങ്കിൽ ആർക്കെങ്കിലും അപകടം, പരിക്ക് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ആ ലോറി എന്തായാലും ഇപ്പോൾ പൂർണ്ണമായും കത്തി നശിച്ചു എന്നുള്ള വിവരം കൂടിയാണ് ലഭ്യമാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.